പാഠപുസ്തകങ്ങളിൽ നിന്നും വായിച്ചും വരച്ചും പഠിച്ചും എഴുതിയും നാം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രകൃതി, നമ്മുടെ കേരളം ഏറെ മനോഹരമാണെന്ന്. പച്ചപുതച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളും തലയുയർത്തി നിൽക്കുന്ന കുന്നുകളും മലകളും കുളിരേകി ഒഴുകുന്ന പുഴകളും വനപ്രദേശങ്ങളും ഒക്കെ നമ്മുടെ പ്രകൃതിയുടെ ഭാഗമാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ദൈവീകത എന്ന പ്രകൃതിയുടെ സൗന്ദര്യം തലമുറകൾ കൈമാറി ഇന്ന് നമ്മുടെ കരങ്ങളിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്നാകട്ടെ മാലിന്യമുക്ത കേരളം, വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന കാലിക പ്രസക്തമായ വിഷയത്തിലേക്കുള്ള ചുവടുവെപ്പ്. ഒരുപാട് മാറിയ ഈ കാലഘട്ടത്തിൽ വ്യക്തികളും അവരുടെ ചിന്തകളും സമൂഹവും ഒക്കെ മാറാൻ ശ്രമിക്കുമ്പോൾ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും ശരിയായ രീതിയിൽ സംസ്കരിക്കാതെയും ഈ പ്രകൃതിയുടെ, ഈ ഭൂമിയുടെ മാറി പിളർക്കുന്ന കാഴ്ചകൾ അനുദിനം നാം കാണുന്നു. മാറ്റം അനിവാര്യമാണ് നമ്മുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും. കവി പറഞ്ഞു, നിന്നെ ചതിച്ചത് ഞാനല്ല, നിന്റെ കണ്ണാണ്. നീ കാണേണ്ടത് കണ്ടില്ല, കാണാൻ പാടില്ലാത്തത് കണ്ടു. നിന്നെ ചതിച്ചത് ഞാനല്ല, നിന്റെ കാതാണ്. നീ കേൾക്കേണ്ടത് കേട്ടില്ല, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു. നമ്മുടെ നാടിനു വേണ്ടി, നമുക്ക് വേണ്ടി നമ്മുടെ കണ്ണും കാതും മനസ്സും തുറന്നു തന്നെ ഇരിക്കണം. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ബോധത്തോടുകൂടി മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ. കുട്ടികളിൽ നിന്ന് തന്നെയാണ് മാലിന്യമുക്ത കേരളത്തിന്റെ ആദ്യ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത്. ശരിയായ ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നത് ആദ്യ പ്രവർത്തനമാകണം. വലിച്ചെറിയൽ മുക്ത പരിസരം എന്ന തീരുമാനം നല്ല ശീലങ്ങളുടെ ഭാഗമായി കുട്ടികളിൽ രൂപപ്പെടട്ടെ. വലിച്ചെറിയൽ സംസ്കരണവും കൂട്ടിയിടൽ ശീലവും ആരും കാണാതെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കലുമൊക്കെ പ്രകൃതിയെ സാരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യം നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ ഇല്ലാതാക്കണം. മനസ്സിൽ പ്രകൃതി സ്നേഹം നിറയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ചിലരൊക്കെ കുട്ടികളിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ വീടുകളിലെ പ്ലാസ്റ്റിക് മാലിന്യം ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ നിന്ന് തുടങ്ങുന്നു മാലിന്യമുക്ത കേരളത്തിന്റെ സ്വപ്നപാതയിലേക്കുള്ള ചുവടുവെപ്പ്. ശീലങ്ങളാണ് മാറേണ്ടത്. കുട്ടിക്കാലം മുതൽ നന്മയുടെ ശീലങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ വാചകം ഇവിടെ ഏറെ പ്രസക്തമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ മാറ്റിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. ആ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റിയെടുക്കും. വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിക്കാൻ കഴിയുന്ന കമ്പോസ്റ്റിംഗ് സംവിധാനങ്ങളെ കുറിച്ച് മാർഗനിർദ്ദേശം നൽകുക, ഉറവിട സംസ്കരണത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലും ലഭ്യമാക്കുക എന്നിവയൊക്കെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്ന ചിലതാണ്. ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, കുടുംബശ്രീ, ഹരിത കർമ്മസേന എന്നിവരുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. കുട്ടികളായ നമുക്ക് മാതൃകയേകുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നമുക്ക് സാധിക്കുന്ന ചിലതുണ്ട്, ഈ പ്രകൃതിക്ക് പകർന്നു നൽകാവുന്ന ചിലത്. ഓരോ കുട്ടിയും പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശുചിത്വ സുന്ദരമായ നവകേരളത്തെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കട്ടെ. ശുചിത്വ സന്ദേശങ്ങൾ പകരുന്ന കുഞ്ഞെഴുത്തുകൾ, കുഞ്ഞു വരകൾ, കുഞ്ഞു കഥകൾ, കവിതകൾ, ഇവയ്ക്കും സാധിക്കും ചിലതൊക്കെ. ഒന്നായി നിന്നാൽ, നന്നായി വളർന്നാൽ ശുചിത്വ സുന്ദരമായ നവകേരളത്തെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കും. കേട്ടുപതിഞ്ഞ ആ പഴയ പാട്ട് മാറ്റിപ്പാടാൻ നമുക്ക് സാധിക്കും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാ. മലിനമല്ല ജലാശയങ്ങൾ, അതിസുന്ദരമായൊരു ഭൂമിയും. അതെ, കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ്. നന്ദി.